ഹലോ ഹലോ ഹലോ. ഇന്ന് നമുക്കൊരു തലപ്പാക്കടി ബിരിയാണി ആയാലോ? ഒരു ദണ്ടിക്കൽ സ്റ്റൈൽ, ഒരു ഈസി വേർഷനാണ് കേട്ടോ ഇത്. അതിന് വേണ്ടി മസാല നമുക്ക് റെഡിയാക്കാം. ഫസ്റ്റ് തന്നെ ഹോൾ സ്പൈസസ് നമുക്കൊന്ന് ചൂടാക്കിയിട്ട് പൊടിച്ചെടുക്കാം. പാൻ വെച്ചു. അതിലേക്ക് ഒരു ടീസ്പൂൺ ചെറിയ ജീരകം, ഒരു ടീസ്പൂൺ വലിയ ജീരകം, പിന്നെ പെപ്പർ, പട്ട, ഗ്രാമ്പൂ, ഏലക്ക, ജാതിപത്രി, ബേ ലീഫ്, കാഷ്യൂനട്ട്, പിന്നെ മെയിൻ മല്ലി, ഉണ്ടമല്ലി. എൻ്റെ കയ്യിൽ ഉണ്ടമല്ലി ഇല്ലാത്ത കാരണം ഞാൻ മല്ലിപ്പൊടിയായിട്ടുണ്ട്, അത് ലാസ്റ്റാണ് ഇടുന്നുള്ളൂ. ഇതെല്ലാം കൂടി ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്യാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലോണം ഒന്ന് ചൂടാക്കിയെടുക്കാം. നല്ലോണം ചൂടായി വരുന്നുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് മല്ലിപ്പൊടി ഇടാം കേട്ടോ. മല്ലി ഉണ്ടെങ്കിൽ അതിട്ടാൽ മതി. എൻ്റെ കയ്യിൽ ഇല്ലാത്ത കാരണം മല്ലിപ്പൊടി ഇട്ടിട്ട് ഒന്നും കൂടി അതിനൊന്ന് ചൂടാക്കി എടുക്കണ്ട കേട്ടോ. മല്ലിപ്പൊടി ഇട്ടാൽ ശ്രദ്ധിക്കുക, കരിഞ്ഞു പോകാണ്ടിരിക്കാൻ. നല്ലോണം ഇളക്കി കൊടുക്കുക. ഇതൊരു ഭയങ്കര സ്പൈസി ബിരിയാണി ഉണ്ടോ, ഭയങ്കര ഒരു അറിയാമല്ലോ. ഇനി ഇത് നമുക്കൊരു ഡ്രൈ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരു ചെറിയ ബൗൾ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് ഫൈൻ പൗഡറാക്കി എടുക്കാം. കാഷ്നട്ട് ഒരു പ്രത്യേക ഫ്ലേവർ ആയിരിക്കും കേട്ടോ. അങ്ങനെ നമ്മളത് ഇട്ട്, പിന്നെ ഒരു ടിപ്പ് പറയട്ടെ. ഇങ്ങനെ പൊടികൾ പൊടിക്കുമ്പോൾ ജാറിൻ്റെ മൂടിയിലൊക്കെ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കില്ലേ, അതൊക്കെ ക്ലീൻ ആക്കാനും ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ അല്ലേ. അപ്പോൾ ഇത് എപ്പോൾ ചെയ്യുമ്പോഴും ഒരു വൈറ്റ് പേപ്പർ വെച്ചിട്ട് ക്ലോസ് ചെയ്തിട്ട് ആക്കി കഴിഞ്ഞാണ്ടല്ലോ ജാറിലൊന്നും ആവില്ല, ആ പേപ്പറിലൊന്നും ഉണ്ടാവില്ല. നമുക്ക് നീറ്റായിട്ട് കിട്ടും. നല്ല ഫൈൻ പൗഡറായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കത് മാറ്റി കൊടുക്കാം. ക്വാണ്ടിറ്റി എനിക്ക് കൂടുതലുള്ള മാതിരി തോന്നുന്നുണ്ട്. ഇപ്പോൾ കുറച്ച് വേണമെങ്കിൽ നമുക്ക് മാറ്റി വെക്കാം കേട്ടോ. എൻ്റെ മോൻ ഇവിടെ നിന്ന് മാൻ ഫ്രൈ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ഒരു കുഞ്ഞു സ്റ്റൂളും കൊണ്ടുവന്നിട്ടിട്ട് ആൾ ചെയ്യുന്നുണ്ട്. ഇനി നമ്മുടെ ആ സെയിം ജാറിലേക്ക് നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. ഏകദേശം ഒരു 10-15 ഉള്ളിയോളം ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറിയ ഉള്ളിയാണ് ഇതിൻ്റെ മെയിൻ ടേസ്റ്റ് കേട്ടോ. അത്രത്തോളം ഉള്ളി കൂടും, അത്രത്തോളം ടേസ്റ്റ് കൂടും. പിന്നെ ഇഞ്ചി, ഒരു ചെറിയ പീസ് ഇഞ്ചി, പിന്നെ കുറച്ച് വെളുത്തുള്ളി, പിന്നെ കുറച്ച് എരിവിന് വേണ്ടിയുള്ള പച്ചമുളക്, പിന്നെ മല്ലിയില, പുതിന എനിക്ക് കിട്ടിയില്ല കേട്ടോ, അതും ആഡ് ചെയ്യണം. ഇനി ഒരു അടി കട്ടിയുള്ള പാത്രം എടുക്കാം. അപ്പോൾ ഞാനിവിടെ കുക്കർ എടുക്കണത്. കുക്കറിലല്ല ഉണ്ടാക്കുന്നത്, ഐ മീൻ പ്രഷർ ഇടുന്നില്ല, ജസ്റ്റ് ആ കുക്കറിൽ മാത്രമേ ഇടുള്ളൂ. പിന്നെ കടലെണ്ണയില്ലേ, അത് യൂസ് ചെയ്താൽ നല്ലതായിരിക്കും. അതല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ഒഴിക്കാം. അതും ഒഴിച്ച് കുറച്ച് നെയ്യ് ഒഴിക്കണം കേട്ടോ. ഞാൻ ഓണിയൻ ഇട്ട് കഴിഞ്ഞിട്ടാണ് നെയ്യ് ഇടുന്നത്. അതൊന്ന് ചൂടായി വരട്ടെ. അതിലേക്ക് നമുക്ക് ഗീ ആഡ് ചെയ്യാം. എന്നിട്ട് നല്ലോണം ഇളക്കുക. സവാള ഒന്ന് വാടി വന്ന വരെ കുറച്ച് സോൾട്ട് ഇട്ടെടുത്ത് പെട്ടെന്നാകും. നല്ലോണം മിക്സ് ആക്കുക. ഫ്ലെയിം കുറച്ച് കൊടുക്കുക കേട്ടോ. കുറച്ച് സോൾട്ട് ആഡ് ചെയ്യുന്നുണ്ട്. ഒരു നുള്ളിട്ടാൽ മതി കേട്ടോ. ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഇളക്കുക. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഉണ്ടാക്കുന്നത്, പക്ഷെ പുറത്തുനിന്ന് കഴിച്ചിട്ടുണ്ട്, അടിപൊളിയാണ് കേട്ടോ. ഇനി നമുക്ക് അതിലേക്ക് നെയ്യ് ഒഴിക്കാൻ വിട്ടുപോകുന്ന ഞാൻ പറഞ്ഞില്ലേ, അതിന് നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് ഇട്ട് കൊടുത്ത് നല്ലോണം ഇളക്കുക. സവാള ഒന്ന് വാടി വരുമ്പോൾ നമ്മുടെ അരച്ച് വെച്ചേക്കണ മിക്സില്ലേ, അത് ആഡ് ചെയ്ത് കൊടുക്കാം. ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, മല്ലിയില, പുതിന, ആ പേസ്റ്റ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിൻ്റെയും ആ ഒരു പച്ച സ്മെല്ല് പോകുന്ന വരെ നല്ലോണം ഒന്ന് വാട്ടിയെടുക്കുക. നല്ലോണം മിക്സ് ചെയ്യുക കേട്ടോ. എത്രത്തോളം മിക്സ് ചെയ്യുന്നു അത്രത്തോളം ടേസ്റ്റ് കൂടും. നല്ലോണം പതുക്കുക. ആ റോസ് സ്മെല്ല് പോകുന്ന വരെ ഒരു 4 മിനിറ്റ്സ് അത്ര വെച്ചാൽ മതി. ഇപ്പോൾ കളറൊക്കെ ഒന്ന് ചേഞ്ചായി വരണുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. ഞാൻ 2 വലിയ തക്കാളി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. വേണമെങ്കിൽ നമുക്ക് തൈര് ഒഴിക്കാം. ഞാനിപ്പോൾ ഇവിടെ തക്കാളി ഇടുന്നത്,
എനിക്ക് തക്കാളിയുടെ ഒരു ടേസ്റ്റാണ് കൂടുതൽ റൈസിലിഷ്ടം. അങ്ങനെ തക്കാളി ഇട്ട് കൊടുത്തു. വേണമെങ്കിൽ കുറച്ച് തക്കാളിയും കുറച്ച് തൈരും ഒഴിക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ആ പൊടിയില്ലേ, നമ്മൾ പൊടിച്ച് വെച്ച മസാല, അത് ആഡ് ചെയ്ത് കൊടുക്കാം. തക്കാളി ഒന്ന് സോഫ്റ്റായി വരട്ടെ, വെന്തുടഞ്ഞ് വരട്ടെ. ഇനി നമുക്ക് പൊടി ആഡ് ചെയ്യാം. പൊടി കുറച്ച് കുറച്ചായിട്ട് ആഡ് ചെയ്യാം കേട്ടോ. പൊടി കാണുമ്പോൾ ഒരുപാടുള്ള മാതിരി ഉണ്ട്. കുറച്ച് ഇട്ട് കൊടുത്തു, മിക്സ് ചെയ്തു. പോരാൻ തോന്നിയപ്പോൾ പിന്നെയും കുറച്ചും കൂടി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. മതി. ഇനി നല്ലോണം മിക്സ് ആക്കുക. അതിൻ്റെ ആ റോ സ്മെല്ല് പോകുന്നവരെ മിക്സ് ആക്കുക. പിന്നെ അതിലേക്ക് ഇനി വേണ്ടത് മുളക് പൊടി. നമ്മൾ പച്ചമുളക് ആഡ് ചെയ്തിട്ടുണ്ട്, പെപ്പർ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുറച്ചിട്ടാൽ മതി. ഇത് നല്ലൊരു സ്പൈസി ബിരിയാണി കേട്ടോ. നല്ലോണം മിക്സ് ആക്കുക. ഇനി സോൾട്ട് ഇട്ട് കൊടുക്കുക. നമ്മൾ ആദ്യം ഒണിയനിന് വേണ്ടിയിട്ടുള്ള സോൾട്ട് കുറച്ച് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് സോൾട്ട് ഇട്ടാൽ മതി. നല്ലോണം മിക്സ് ആക്കുക. ഇനി നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കന് ഡയറക്റ്റ് ഇടാം, അല്ലെങ്കിൽ ഞാനിപ്പോൾ മാഗ്നേറ്റ് ചെയ്ത് വെച്ച ചിക്കനാണ് കേട്ടോ. ഉപ്പ്, മുളക്, മഞ്ഞൾപ്പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് മാഗ്നേറ്റ് ചെയ്ത് വെച്ച ചിക്കനാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. പച്ചിട്ട് കൊടുത്താലും ഓക്കെയാണ്. ഇനി നല്ലോണം മിക്സ് ആക്കുക. ഒരു 2 മിനിറ്റ്സ് മൂടി വയ്ക്കുക. അപ്പോൾ ചിക്കനിലുള്ള വെള്ളമൊക്കെ ഇറങ്ങിയിട്ട് വരും. നല്ലോണം ഇളക്കി കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ റൈസിന് ആവശ്യമുള്ള വെള്ളമുണ്ട് എടുത്തേക്കുന്നത്. അപ്പോൾ ആദ്യം അത് കുറച്ച് ഒഴിച്ചു കൊടുത്തു. നല്ലോണം മിക്സ് ആക്കിയിട്ട് അതൊന്ന് തിളക്കട്ടെ. ചിക്കൻ ഒന്ന് കുക്കാവട്ടെ. ശരിക്കും ചിക്കൻ ഇട്ട് കഴിഞ്ഞാൽ ഉടനെ റൈസ് ഇടും. എനിക്കത് ഒന്ന് പേഴ്സണലി ചിക്കൻ വേകാത്തൊരു ടേസ്റ്റ് വരുമോ എന്നൊരു പേടിച്ചിട്ട് ഞാൻ ചിക്കൻ ഓൾമോസ്റ്റ് കുക്കാക്കുന്നുണ്ട്. ഓൾമോസ്റ്റ് ഒരു 60% കുക്കാക്കിയതിന് ശേഷമാണ് റൈസ് ആഡ് ചെയ്യണുള്ളൂ. വെറുതെ ജസ്റ്റ് ഒന്ന് അടയ്ക്കണുള്ളൂ കേട്ടോ, പ്രഷറൊന്നും വെക്കില്ല. അപ്പം നല്ലൊരു താളയൊക്കെ വരുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ഇനി അടി പിടിച്ചാലോ എന്ന് വിചാരിച്ചിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇതൊരു 5 പേർക്ക് കഴിക്കാനുള്ള റെസിപ്പിയാണ് കേട്ടോ. ഇനി ബാലൻസ് ഉള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കാരണം നമുക്ക് റൈസ് ഇടാനായിട്ടുണ്ട്. ചിക്കൻ ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. ഓൾമോസ്റ്റ് അല്ല, ഇപ്പോൾ ഒരു 40% ആയിട്ടുണ്ട്. ഞാൻ ബാക്കി വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തു. ഒരു 2-3 മിനിറ്റ്സ് കൂടി ഇരുന്ന് കഴിഞ്ഞാൽ ചിക്കൻ ആകും. അടച്ചു വയ്ക്കുക. ഇനി നമുക്ക് നാരങ്ങ ഒഴിക്കാം കേട്ടോ. നാരങ്ങയുടെ നീര് ഒരു 1/2 ലെമൺ സ്ക്വീസ് ചെയ്ത് ഒഴിക്കുന്നുണ്ട്. കുരു ചെയ്യാണ്ട് ശ്രദ്ധിക്കുക കേട്ടോ. തള വരണുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മല്ലിയില ഇട്ട് കൊടുക്കാം. മല്ലിയില, പുതിന ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ടൈമിൽ നമ്മൾ സോൾട്ടും കാര്യങ്ങളൊക്കെ നോക്കണം. സോൾട്ടും എരിവും ഉപ്പും പുളിയൊക്കെ നോക്കുക. കുറവുണ്ടെങ്കിൽ ആഡ് ചെയ്യാം. ഇനി ഞാനിപ്പോൾ ഇവിടെ ഇടുന്നത് ബസ്മതി റൈസാണ് ഇടുന്നത്. ജീരകശാല ഇടുന്നതാണ് കോമൺലി ജീരകശാലയും ഇടുക. ഞാൻ ഇവിടെ നിന്ന് ഒരു വെറൈറ്റിക്ക് വേണ്ടി ഇങ്ങനെ ഉണ്ടാവും അറിയാൻ വേണ്ടിയിട്ട് ബസ്മതി റൈസാണ് കേട്ടോ ആഡ് ചെയ്യണത്. ഒരു 1/2 hour സോക്ക് ചെയ്ത് വെച്ചതാണ്. അതും ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് നല്ലോണം ഇളക്കുക. നല്ലോണം മിക്സ് ആക്കുക. ഇപ്പോൾ ഏകദേശം ഈ ടൈമിൽ ഉപ്പൊക്കെ നോക്കണം കേട്ടോ. ഉപ്പ് എല്ലാം കുറവുണ്ടെങ്കിൽ ഉപ്പ് ഇത്തിരി കൂടി നിൽക്കണം റൈസിന് മുമ്പ്. നല്ലോണം മിക്സ് ആക്കുക. നമുക്ക് ഒരു സ്പൂൺ നെയ്യും കൂടെ ആഡ് ചെയ്യാം കേട്ടോ. എന്നിട്ട് മൂടി വെച്ചത് അവിടെ നിന്ന് തിളയ്ക്കട്ടെ. നമ്മൾ ദമ്മൊന്നും ഇടാറില്ല. ഇൻ കേസ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഓഫ് ചെയ്തിട്ട് മറ്റേ വീറ്റില്ലേ അതിട്ട് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ ആവും. അപ്പോൾ നല്ല റൈസ് ഒട്ടി പിടിക്കാണ്ട് നല്ല കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടം എല്ലാവരും ട്രൈ ചെയ്യാം. ബൈ.